സോളമൻ ചേരുന്നുണ്ട് നമുക്കിപ്പം തത്സമയം. അരുൺ സോളമൻ, ഈ കുട്ടി പറയുന്നതനുസരിച്ച് ഇതൊരു സംഘം ചേർന്നുള്ള മർദ്ദനമാണ്. മാത്രമല്ല, മർദ്ദന ദൃശ്യങ്ങൾ റീലാക്കിയൊക്കെ പ്രചരിപ്പിക്കുക. എന്ത് മാനസികാവസ്ഥയല്ലേ നമ്മുടെ കുട്ടികളുടേത്? ഏത് ക്ലാസ്സിൽ കുട്ടികളാണ് ഈ 9ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചതെന്നാണ് ഇവൻ പറയുന്നത്, അരുൺ? അരുൺ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നേമം വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറിയത്. ഈ മർദ്ദനത്തിന് ഇരയായ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സഹപാഠികളും അതുപോലെ തന്നെ ഇതേ സ്കൂളിലെ തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത്. ആ ദിവസം ശരിക്കും 75ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയായിരുന്നു. അപ്പോൾ സ്കൂള് NH തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 20 മീറ്റർ വ്യത്യാസം പോലുമില്ല. അത്തരത്തിൽ NH പാത വികസനം വന്നപ്പോൾ സ്കൂളിൻ്റെ മുൻവശം കുറേ നഷ്ടപ്പെട്ടിരുന്നു. അത്തരത്തിൽ സ്കൂളും റോഡും അടുത്തടുത്തിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു തെരുവിൽ നടക്കുന്ന ഒരു മർദ്ദനം പോലെയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ വിഷയത്തിൽ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ സ്കൂളിലെ മറ്റ് അധ്യാപകരോ കൃത്യമായിട്ട് ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നത്. കുട്ടിയെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടി നെയ്യാറ്റിൻകര ആശുപത്രിയിലായിരുന്നു. ഇതിനെ തുടർന്ന് പനിയും കുട്ടിക്കുണ്ടായി. കുട്ടിയുടെ മുതുകിലും നെഞ്ചത്തും സ്വകാര്യ ഭാഗങ്ങളിലും ഈ 20-25ഓളം വരുന്ന സഹപാഠികൾ ചേർന്നാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത്. പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം, ഈ സ്കൂളിൽ നേരത്തെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന പല വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഇവർക്കെതിരെ നടപടിയെടുത്ത് പുറത്തുപോയ സസ്പെൻഷനിലായിരുന്ന കുട്ടികളാണ് 75ാം വാർഷികാഘോഷ വേളയിൽ ഈ സ്കൂളിലേക്ക് എത്തിയത്. ഈ വിദ്യാർത്ഥികൾക്ക് പുറമെ സാമൂഹ്യ വിരുദ്ധരായ മറ്റുള്ളവരും ഈ മർദ്ദിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം. ഈ രക്ഷിതാവ് പരാതി നൽകാതിരിക്കാൻ ഈ മർദ്ദിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾ വരികയും പണം ഓഫർ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ അനാസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇത്രയും ദിവസമായിട്ടും കുട്ടികൾക്കെതിരെയോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും നടപടിയെടുക്കാൻ വൈകുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും അത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ചില പ്രേക്ഷകരൊക്കെ പറയുന്നു, കൂട്ടുകാരൻ പറയുന്നു, അരുണേട്ട, സമകാലീന സിനിമ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? എല്ലാ സിനിമകളെയും അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ലെങ്കിലും ചില സിനിമകൾ വല്ലാതെ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും അതിൽ സെൻസർ ബോർഡൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം, OTTയിൽ ഇതൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ OTTയുടെ പാസ്വേഡൊക്കെ അറിയാമല്ലോ. അപ്പോൾ പഴയതുപോലെയുള്ള ഈ സർവൈലൻസ് ആ അർത്ഥത്തിൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അഡൽട്ട് പ്ലസ് ആയ സിനിമകൾ പോലും കുട്ടികൾക്ക് വളരെ എളുപ്പം തന്നെ മൊബൈൽ ഫോണിലൂടെയും OTTയിലൂടെയും ഒക്കെ കാണാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ഈ സിനിമകളൊക്കെ തീർച്ചയായിട്ടും ഈ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിള്ളേരെടുത്തിട്ട് അടിക്കുക, എന്നിട്ട് അത് റീലാക്കിയിട്ട് പ്രചരിപ്പിക്കുക, എന്ത് മാനസികാവസ്ഥയാണെന്നേ അല്ലേ?